ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി. ഫോൺ 8075677339 8590630709. ബറാത്ത് രാവിനെ വരവേൽക്കാനും ലൈലത്തുൽ ഖദറിനെ ധന്യമാക്കാനുമായി വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് നിരവധി വിശ്വാസികൾ മുള്ളൂർക്കര ടൗൺ ജുമാ മസ്ജിദിൽ എത്തി. റമളാനെ വരവേൽക്കുന്നതിന്റെ മുന്നോടിയായി വെള്ളിയാഴ്ച രാത്രി ബറാത്ത് രാവ്, അതിനോടൊപ്പം തന്നെ ലൈലത്തുൽ ഖദർ രാത്രിയിൽ നടക്കുമെന്നാണ് മുസ്ലിം മതവിശ്വാസികൾ വിശ്വസിക്കുന്നത്. ശനിയാഴ്ചയാണ് വിശ്വാസികൾ നോമ്പ് നോൽക്കുക. ഇതിന്റെ ഭാഗമായി പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ രാത്രിയിൽ നടക്കും. വെള്ളിയാഴ്ച വന്നതോടെ ജുമാ നമസ്കാരത്തിന് നിരവധി വിശ്വാസികൾ എത്തി. മരണപ്പെട്ടവർക്ക് പരലോക മോക്ഷം ലഭിക്കുന്നതിനും പ്രത്യേക പ്രാർത്ഥന രാത്രിയിൽ ഉണ്ടാകും. വെള്ളിയാഴ്ച നടന്ന ജുമാ നമസ്കാരത്തിന് പള്ളി ഖത്തീബ് അഷ്റഫ് ദാരിമി നേതൃത്വം നൽകി. وكل ما أمرنا الله أن نفعله هو خير وكل ما سن لنا رسول الله صلى الله عليه وسلم فعله هو خير. തുടർന്ന് വൈകിട്ട് വിവിധ പ്രാർത്ഥനകളും ഉണ്ടാകുമെന്ന് പള്ളി പ്രസിഡന്റ് MP കുഞ്ഞിക്കോയ തങ്ങൾ, സെക്രട്ടറി KM ഉമ്മ ഹാജി, ട്രഷറർ CM ഷംസുദ്ദീൻ, മറ്റു ഭാരവാഹികളും അറിയിച്ചു. ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യമായ ഒരു ദിവസത്തിന്റെ ദിനരാത്രങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ഹിജ്റ മാസത്തിലെ ശഅബാൻ 15 എന്ന് പറയപ്പെടുന്നത് ബറാത്ത് നാളും, അതിൻ്റെ തലേദിവസം മഗ്‌രിബോടുകൂടി ആരംഭിക്കുന്ന രാവും ഏറ്റവും വലിയ ഒരു പുണ്യകർമ്മമായി ഇസ്ലാം മത വിശ്വാസികൾ കൊണ്ടുവരികയാണ്. ഈ ദിവസത്തിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ വിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ട ലൈലത്തുൽ ഖദറാണ് ഈ ദിവസം എന്ന് പോലും പണ്ഡിതന്മാർക്ക് അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. ഒരു വർഷത്തേക്കുള്ള ആയുസ്സിനെ തേടിക്കൊണ്ട് റിസ്ക് എന്ന് പറയപ്പെടുന്ന ഭക്ഷണത്തെ വിശാലമാക്കുന്നതിന് വേണ്ടി തൊഴിലിലും മാതാപിതാക്കളിലും മക്കളിലും കുടുംബങ്ങളിലും എല്ലാം വർക്കത്തിന് വേണ്ടി പ്രത്യേകമായ പ്രാർത്ഥനകൾ കൊണ്ട് ഇന്നത്തെ രാവിനെ ധന്യമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ വിശ്വാസികളായ മുസ്ലിം സമുദായം കൊണ്ടുനടക്കുന്നത്. VCB ന്യൂസ് മുള്ളൂർക്കര. You are watching VCV News.